ഹലോ എവരിവൺ. അപ്പോൾ എല്ലാവർക്കും ദ എഞ്ചിനീയേഴ്സ് ചോയ്സ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മളൊന്ന് കീമിൻ്റെ ന്യൂട്ടൺസ് ലോസ് ഓഫ് മോഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഫോർമുലാസ് മാത്രം എന്ത് ചെയ്യാണ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കാൻ വേണ്ടി പോവുകയാണ്. ഇതുമായുള്ള സംബന്ധിച്ചിട്ടുള്ള പ്രോബ്ലംസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി, നമുക്കത് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഇപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയുള്ള ഫോർമുലാസ് മാത്രം ഞാൻ നിങ്ങളൊന്ന് സ്ക്രോൾ ചെയ്ത് കാണിക്കാം. ഫസ്റ്റ് തന്നെ ഫ്രം തേർഡ് ലോ ഓഫ് ഇക്വേഷൻ FAB is equal to minus FBA. FAB എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോഴ്സ് ഓൺ A due to B. What about FBA? ഫോഴ്സ് ഓൺ B due to A. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ഇക്വേഷൻ ഫ്രം സെക്കൻഡ് ലോ ഓഫ് മോഷൻ F is equal to dP by dt which is equal to MA അല്ലേ. ഇതിപ്പോൾ എക്സ് ആക്സിസിൻ്റെ കാര്യമാണ് നമ്മൾ നോക്കുന്നത്. ഇത് എക്സ് എന്ന് ഇവിടെ ഉണ്ട് കേട്ടോ. ആ ഒരു ബ്ലാക്ക് കളർ ബോക്സിൽ എക്സ് എന്നാണ് എഴുതിയിരിക്കുന്നത്. FY എന്ന് പറഞ്ഞാൽ DPY ബൈ DT വിച്ച് ഇസ് ഈക്വൽ ടു MAY. FZ എന്ന് പറഞ്ഞാൽ DPZ ഡിവൈഡ് ബൈ DT വിച്ച് ഇസ് ഈക്വൽ ടു MAZ. Weighing machine. A weighing machine does not measure the weight but measure the force exerted by the force exerted by the object on its upper surface. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തെന്താണ്? സ്പ്രിംഗ് ഫോഴ്സ്. F is equal to minus kx. എക്സ് എന്താണെന്നുള്ള കാര്യം അറിയാം. ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ഫ്രീ ആൻഡ് ഫ്രം ദ നാച്ചുറൽ ലെങ്ത് ഓഫ് ദ ഡിഫർമേഷൻ ഓഫ് ദ സ്പ്രിംഗ്. കെ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പ്രിംഗ് കോൺസ്റ്റൻ്റ് ആണ്. സ്പ്രിംഗ് പ്രോപ്പർട്ടി കൂടെ കൊടുത്തിട്ടുണ്ട്. എട്ടാമത്തെ എന്താണ്? ഇഫ് സ്പ്രിംഗ് ഈസ് കട്ട് ഇൻ ടു 2 in the ratio m is to n, then the spring constant is given by ആദ്യത്തേത് L1 എന്നാണ്. ആ ബ്ലാക്ക് കളർ ബോക്സിൽ 1 എന്നാണ് എല്ലിൻ്റെ അടിയിലുള്ളത്. എല്ലിൻ്റെ അടിയിൽ ബ്ലാക്ക് കളർ ബോക്സ് എന്ന് പറഞ്ഞാൽ 2 എന്നാണ്. ഓക്കെ, ആദ്യത്തെ L1, രണ്ടാമത്തെ L2. ഫോർ സീരീസ് കോമ്പിനേഷൻ ഓഫ് സ്പ്രിങ്സ്, ഫോർ പാരലൽ കോമ്പിനേഷൻ ഓഫ് സ്പ്രിംഗ് കോൺസ്റ്റൻറ്റിൻ്റെ ഇക്വേഷൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്. എൻട്രൻസ് എക്സാമിനൊക്കെ അത് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ കണ്ടിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് 9ാമത്തെ എന്താണ്? സ്പ്രിംഗ് ബാലൻസ്. എന്താണ്? ഇറ്റ് ഡസ് നോട്ട് മെഷർ ദ വെയ്റ്റ്, ഇറ്റ് മെഷർ ദ ഫോഴ്സ് എക്സൈറ്റഡ് ബൈ ദ ഒബ്ജക്റ്റ് ഓൺ ദ ഹുക്ക്. റിമെമ്പർ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഇവിടെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. VP എന്താണ്, AP എന്താണെന്നുള്ള കാര്യമൊക്കെ ഇവിടെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് നോക്കുക ഇക്വേഷൻസൊക്കെ. എയുടെ ഇക്വേഷൻ എന്താണ്, ടിയുടെ ഇക്വേഷൻ എന്താണെന്നുള്ളതൊക്കെ ഇവിടെ അതിന് കറസ്പോണ്ടിങ് ആയുള്ള ഫിഗറും ഇവിടെ ഇവർ കാണിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് എന്താണ്? വെഡ്ജ് കൺസ്ട്രെയിൻഡ്. ഓക്കെ, V3 എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ള ഇക്വേഷൻ. V3 is equal to V1 sin theta. V3 is equal to V1 sin theta. ഇങ്ങനെയൊക്കെ ഒരുപക്ഷെ ഫിഗർ എന്നിട്ട് ചോദിക്കാം, അല്ലാതെയും ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. കമ്പോണൻസ് ഓഫ് വെലോസിറ്റി അലോങ് ദ പെർപെൻഡിക്കുലർ ഡയറക്ഷൻ ടു ദ കോണ്ടാക്ട് പ്ലെയിൻ ഓഫ് 2 ഒബ്ജക്റ്റ് ഈസ് ഓൾവേസ് ഈക്വൽ ഇഫ് ദർ ഈസ് നോ ഡിഫർമേഷൻ ആൻഡ് ദ റിമെയിൻ ഇൻ കോണ്ടാക്ട്. ന്യൂട്ടൺസ് ലോ ഫോർ എ സിസ്റ്റം. എക്സ്റ്റേണൽ ഫോഴ്സാണ് FEXT എന്ന് പറഞ്ഞാൽ. M1 M2 M3 എന്ന് പറയുന്നത് മാസസ് ആണ്. A1 A2 A3 എന്ന് പറഞ്ഞാൽ ആക്സലറേഷൻ ആണ്. ന്യൂട്ടൺസ് ലോ ഫോർ നോൺ ഇനേർഷ്യൽ ഫ്രെയിം എന്ന് പറഞ്ഞാൽ റിയൽ ഫോഴ്സ് പ്ലസ് സ്യൂഡോ ഫോഴ്സ് ഇസ് ഈക്വൽ ടു MA എന്ന് വരും. നെറ്റ് സം ഓഫ് റിയൽ ആൻഡ് സ്യൂഡോ ഫോഴ്സ് ഇസ് ടേക്കൺ as the resultant ഫോഴ്സ് ഫോർ നോൺ ഇനേർഷ്യൽ ഫ്രെയിം. എ എന്ന് പറഞ്ഞാൽ ആക്സലറേഷൻ ഓഫ് എ പാർട്ടിക്കിൾ ഇൻ നോൺ ഇനേർഷ്യൽ ഫ്രെയിം ആണ്. സ്യൂഡോ ഫോഴ്സിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? -MA ഓഫ് ഫ്രെയിം ആണ്. ഇനേർഷ്യൽ റെഫറൻസ് ഫ്രെയിം ഓഫ് റെഫറൻസ് മൂവിങ് വിത്ത് കോൺസ്റ്റൻറ്റ് വെലോസിറ്റി. നോൺ ഇനേർഷ്യൽ റെഫറൻസ് ഫ്രെയിം, എ ഫ്രെയിം ഓഫ് റെഫറൻസ് മൂവിങ് വിത്ത് നോൺ സീറോ ആക്സലറേഷൻ. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയുമാണ്. നമുക്കൊന്നുകൂടെ ഇത് ഞാനിങ്ങനെ ഒന്ന് സ്ലൈഡ് ചെയ്ത് കാണിച്ചു തരാം. ഇത്രയാണ് ന്യൂട്ടൺസ് ലോസ് ഓഫ് ഇക്വേഷൻ എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഇക്വേഷൻസ്. ഓക്കെ ആണല്ലോ. വേറെ കുറച്ച് പാഠത്തിലെ കാര്യങ്ങൾ നമ്മൾ ഇട്ടിട്ടുണ്ട്. ചാനൽ കയറി ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും.